വെൽക്കം ബാക്ക് ടു ലേനിനോ. നമ്മൾ ALPയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ഇതിനു മുമ്പ് 3 പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഇത് ബാലൻസ് ആയിട്ട് കാണുക. 136 ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. വിച്ച് എമോങ് ദ ഫോളോയിങ് ലോസ് ഈസ് ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ? മുകളിൽ തന്നിരിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഫിഗർ ഏത് ലോ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കിർച്ചോഫ് വോൾട്ടേജ് ലോ, ഓംസ് ലോ, കിർച്ചോഫ് കറന്റ് ലോ, ഫാരഡേസ് ലോ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കറണ്ട് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നോഡൽ അനാലിസിസ് ആണ്. ഒരു നോഡിൽ നിന്ന് വരുന്ന കറണ്ടുകളും ഔട്ട് ഗോയിങ് ആയിട്ടുള്ള കറണ്ടിന്റെ എല്ലാം സം എന്ന് പറയുന്നത് 0 ആണ്. അതാണ് കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ നിങ്ങൾക്കറിയാം V = IR ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ എന്താണ് AC വോൾട്ടേജുമായിട്ട് വരുന്നതാണ്. ഏതാണ്? ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിള് ഫാരഡേസ് ലോ ആണ്. ഇവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ഇവിടെ ഈ ഒരു സോഴ്സ് വോൾട്ടേജും ഇവിടെ 12 വോൾട്ട് ആണ്. സോഴ്സ് വോൾട്ടേജും ഇവിടെ ഓരോ ലോഡിലുള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇവിടെ 12 തന്നെയാണ്. ഇവിടെ 2, 4 to 6, 6, 12. അതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. ഇവിടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ മാത്രമേ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ ഹോം ഇൻവെർട്ടേഴ്സ് ടു പവർ ഫ്രം എ 12 വോൾട്ട് ബാറ്ററി? ഏതാണ്? 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും ഒരു ഇൻവെർട്ടറിലേക്ക് ഉള്ള ഹോം ഇൻവെർട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഹോം ഇൻവെർട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് ഉള്ള ഏതാണ് ട്രാൻസ്ഫോമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിക്കുന്നത്. സൈഡ് ബൈ സൈഡ് സ്റ്റാക്ക് ഡ്രൈവേഴ്സ് ആർ മൗണ്ടഡ് ഓൺ. സൈഡ് ബൈ സൈഡ് സ്റ്റാക്ക് ഡ്രൈവേഴ്സ് ആർ മൗണ്ടഡ് ഓൺ ഏതാണ്? LED ഡ്രൈവേഴ്സിലാണ് സൈഡ് ബൈ സൈഡ് ട്രാക്കേഴ്സ് ഉള്ളത്. Which among the following electronic component works with the principle of light to voltage conversion? ലൈറ്റ് എനർജിയെ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്താണ് ചെയ്തത്? AC to DC ആണ് റെക്ടിഫയർ. ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ AC to DC കൺവേർഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലൈറ്റ് വോൾട്ടേജ് കൺവേർഷൻ അല്ലേ? AC to DC കൺവേർഷൻ ആണ് ബ്രിഡ്ജ് ചോദിച്ചിരിക്കുന്നത്. സെനർ ഡയോഡ് എന്താണ്? ഒരു റെഗുലേറ്റർ ആയിട്ടാണ്, വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് സെനർ ഡയോഡിനെ ഉപയോഗിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ നിങ്ങൾക്കറിയാം. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാലേ? അതും AC to DC തന്നെയാണ് ഹാഫ് വേവ് റെക്ടിഫയറിലും ചെയ്യുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിൽ 1 ഡയോഡ് മതി. ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിൽ എത്ര ഡയോഡ് വേണം? 4 ഡയോഡ് വേണം. ഇവിടെ സോളാർ സെല്ലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ലൈറ്റിനെ വോൾട്ടേജ് കൺവേർഷൻ ആയിട്ട് മാറ്റുന്നത് സോളാർ സെല്ലുകളാണ്. സോളാർ പാനലുകളൊക്കെ സൺലൈറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കൺട്രോൾ പ്ലസ് ആർ കീ മൈക്രോസോഫ്റ്റ് വേർഡ്? കൺട്രോൾ പ്ലസ് ആർ കീ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. കൺട്രോൾ പ്ലസ് ആർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂവ് ദ കഴ്സർ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ പേജ്. കഴ്സറിനെ റൈറ്റ് സൈഡ് ഓഫ് ദ പേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ആർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ കൺട്രോൾ, അതുപോലെ നമുക്ക് കൺട്രോൾ ആർ ആണ് മൂവ് ദ കഴ്സർ ടു ദ റൈറ്റ് ഓഫ് എ പേജ് എന്നുള്ളത്. ഇനി നമുക്ക് കൺട്രോൾ Z ആണെങ്കിൽ എന്താണ്? അൺഡു ആണ്. കൺട്രോൾ Y റീഡു ആണ്. അതുപോലെ കൺട്രോൾ A എന്താണ്? സെലക്ട് ഓൾ. എല്ലാം സെലക്ട് ചെയ്യാൻ കൺട്രോൾ A ആണ്. കൺട്രോൾ Y റീഡു ചെയ്യാനും കൺട്രോൾ Z അൺഡു ചെയ്യാനുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് UPS? UPSന്റെ ടൈപ്പ് ഏതാണ്? ലൈൻ ഇന്ററാക്റ്റീവ് ആണ് ഒരു UPSന്റെ ടൈപ്പ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉള്ള ഓപ്ഷൻ. As the color varies, forward voltage varies in. Color
വേരി ചെയ്യുന്നതനുസരിച്ച് ഫോർവേഡ് വോൾട്ടേജ് വേരി ചെയ്യുന്നത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിലാണ്. LCD എന്ന് വെച്ചാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD. Which of the following is a sensor that is able to detect object without any physical contact? ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസർ ആണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത്. Which of the given cores of an inductor will have the highest inductance? Highest inductance ഉള്ളത് ഏതാണ്? അയൺ കോറിന്. Which force is responsible for the flow of electron from point A to B through a conductor? Point A യിൽ നിന്ന് point B യിലേക്ക് ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. Which among the following device is a PN junction diode with 3 terminals? 3 terminals ഉള്ള PN junction ആണ് UJT എന്ന് പറയുന്നത്. Which of the following gate gives output 1 when any of the input is 1? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവുന്നത് ഏതാണ്? 0 0 വന്നാൽ 0, 0 1 വന്നാൽ 1, 1 0 വന്നാൽ 1. ഇപ്പൊ ഏതാണ് അങ്ങനെ വരുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ 1 ആകുന്നത് ഏതാണ്? ഇവിടെ OR ഗേറ്റ് ആണ്. OR ഗേറ്റ് ആണ് അങ്ങനെ വരുന്നത്. In which type of counter is the last stage of shift register fed back to D of first stage എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? C ആണ്, ജോൺസൺ ആണ്. In which type of counter is the last stage of shift register fed back to D of first stage? ജോൺസൺ counter ആണ്. What is the decimal value for hex 2A? Hex 2A ഇതിന്റെ ഡെസിമൽ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ 16 raised to 0, 16 raised to 1. അപ്പൊ ഇവിടെ എന്താണ്? 2 into 16 raised to 1 plus 16 raised to 0 into എയുടെ വാല്യൂ 10 ആണ്. ഹെക്സാഡെസിമലില് എയുടെ വാല്യൂ 10 ആണ്. അപ്പം ഇവിടെ 32 plus 1 into 10 ആണ്. അപ്പൊ ആൻസർ 42 എന്നാണ് ആൻസർ വരുന്നത്. The output SMPS switch mode power supplyയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC വോൾട്ടേജ് ആണ്. ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പ്-ആമ്പ് എങ്ങനെയാണ്? ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് ഐഡിയൽ ഓപ്പ്-ആമ്പ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. A PN junction diode that dash when activated is called a dash. D എന്താണ്? emits light ആണ്. A PN junction diode എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് എമിറ്റ് ചെയ്യും. എപ്പോഴാണ്? when activated is called എന്താണ് പറയുന്നത്? LED എന്നാണ് പറയുന്നത്. LED എന്ന് പറയുന്നത് ഒരു PN junction diode ആണ്. അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. Hue and saturation are said to collectively describe the chromaticity of TV. അടുത്തത് 12 volt DC and 24 volt DC are generally operating voltages for എന്തിനാണ്? അനലോഗ് ആൻഡ് ഡിജിറ്റൽ പാനൽ മീറ്ററിന്റെ ആണ് 12 volt and 24 volt DC എന്ന് പറയുന്നത്. Which of the following is a part of switch mode power supply component? എന്താണ്? ഔട്ട്പുട്ട് ഫിൽട്ടർ ഓയിൽ ആണ്. What is the resultant voltage generated by a what is the resultant voltage generated by a 2 lithium ion cell connected to one lead acid automobile battery in series ആണ്. lead acid automobile battery യുടെ വോൾട്ടേജ് 12 volt ആണ്. ലിഥിയം അയോണിന്റെ 3.7 ആണ്. അപ്പൊ 2 3.7 വരുന്നുണ്ട്. കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? ഇവിടെ ഒരു ശിഷ്ടം 9 19.4 എന്നാണ് കിട്ടുന്നത്. 2 ലിഥിയം
അയോൺ സെൽ കണക്റ്റഡ് ടു 1 lead acid ഓട്ടോമൊബൈൽ ബാറ്ററിയാണ്. അപ്പൊ ലെഡ് ആസിഡ് ഓട്ടോമൊബൈൽ ലെഡ് ആസിഡിന്റെ വോൾട്ടേജ് 12 വോൾട്ട്, ഒരെണ്ണത്തിന് 3.7 വെച്ച് രണ്ടെണ്ണം, അപ്പൊ 19.4 എന്ന് കിട്ടും. Which of the following converts sound signal into electrical signal? സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നത് ഏതാണ്? മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ ആണ് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നേ? വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്പീക്കർ എന്ത് ചെയ്യുന്നേ? ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽ ടു സൗണ്ട് എനർജി ആയിട്ട് സൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇത് മൈക്രോഫോൺ നേരെ തിരിച്ചാണ്, സൗണ്ട് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ ആണ്. അപ്പൊ മൈക്രോഫോണിന് എന്ത് ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാം അല്ലെ, ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. When no AC input signals are connected to common emitter transistor, load can be plotted. VC, VS, IC ആയിട്ടാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. AC ഇൻപുട്ട് സിഗ്നൽ ഒന്നും കോമൺ എമിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ VC, VS കളക്ടർ കറണ്ട്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എങ്ങനെയുള്ളതാണ്? ഒരു ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. Which among the following is full form of SMPS? Switch mode power supply full form. SMPS എന്ന് വെച്ചാൽ എന്താണ്? Switched mode power supply. Which among the following instruments can generate a sine wave with variable frequency and amplitude? വേരിയബിൾ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഒക്കെ ഉള്ള എന്താണ് വേവ് ഫോംസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫങ്ഷൻ ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. CRO എന്ന് വെച്ചാൽ എന്താണ്? കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് ആണ് CRO എന്ന് പറയുന്നത്. The switch mode power supply is used to transform power from AC or DC to എന്താണ്? DC ലോഡ്. DC ലോഡാണ് ഇവിടെ വരുന്നത്. സ്കെയിൽ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം സ്കെയിൽ ആണ്. PMMC ഇൻസ്ട്രുമെന്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഫോട്ടോ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്തിനാണ്? ഐസൊലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡാർലിംഗ്ടൺ പെയർ ഈസ് യൂസ്ഡ് ഫോർ ഡാർലിംഗ്ടൺ പെയർ ഉപയോഗിക്കുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഡാർലിംഗ്ടൺ പെയർ ഉപയോഗിക്കുന്നത് കറണ്ട് ആംപ്ലിഫയർ ചെയ്യാനാണ്. വാട്ട് ഈസ് ദ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഫോർ ആൻ AC വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് RMS 220 വോൾട്ട് ആണ്. ഇപ്പം നമുക്കറിയാം എന്താണ് പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? √2 VRMS ആണ് പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 2 × √2 VRMS. അപ്പൊ നമുക്ക് 2 × √2 × 220 ചെയ്താൽ മതി. അപ്പൊ 2 × √2ന്റെ വാല്യൂ 1.4 × 220 ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? 616 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 616 എന്ന് കിട്ടും. Fiber optic power meters have input for attaching fiber optic connector and detector to capture. Fiber optic communication ഫൈബറിൽ എങ്ങനെയാണ്? ലൈറ്റ് റേസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Which of the following TV technology displays image by blocking white light? ഏതാണ്? LCD ആണ്. LCD TVയിലാണ്. സ്മിത്ത് ട്രിഗർ ഈസ് യൂസ് ചെയ്യുന്നത്. സ്മിത്ത് ട്രിഗർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റിലാക്സേഷൻ ഓസിലേറ്ററിലാണ് സ്മിത്ത് ട്രിഗർ യൂസ് ചെയ്യുന്നത്. UJT ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് UJT സാറ്റൂത്ത് വേവ് ഫോമിനെ ജനറേറ്റ് ചെയ്യാനാണ് UJT.
ഇങ്ങനെയുള്ള സാറ്റൂത്ത് വേവ് ഫോംസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UJT ഉപയോഗിക്കുന്നത്. മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണോ, ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണോ, ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസും ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ആണ് മോസ്ഫെറ്റ്. മെറ്റൽ ഓക്സൈഡ് സെമികണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് മോസ്ഫെറ്റിന്റെ ഫുൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺവേർട്സ് ദ ഫിസിക്കൽ പാരാമീറ്റർ ടു ഇലക്ട്രിക്കൽ പാരാമീറ്റർ? ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നതാണ് ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസർ ആണ് ഫിസിക്കൽ പാരാമീറ്ററിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നത്. LVDT ഒക്കെ ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മൈക്രോഫോണിന്റെ കാര്യം പറഞ്ഞു, അത് ട്രാൻസ്ഡ്യൂസർ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അടുത്ത സെക്ഷനിൽ നമ്മൾ പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.